ആദ്യമായി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞങ്ങൾ വർഷങ്ങളായിട്ട് മുംബൈയിലാണ് താമസിച്ചിരുന്നത്. എൻ്റെ പേര് ജെയിംസൺ, എൻ്റെ വൈഫിൻ്റെ പേര് ജിൻസി. 4 വർഷമായിട്ട് ഞങ്ങൾ അകന്നു കഴിയുകയായിരുന്നു. 2022 മാർച്ച് മാസം 18-ാം തീയതിയാണ് എൻ്റെ വൈഫ് എൻ്റെ അടുത്തുനിന്ന് പോയത്. ഒരു സുഖമില്ലാത്ത അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ വളരെയധികം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയെ എൻ്റെ വൈഫിനെ തൊടണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥന, ഈശോയെ അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ജിൻസിയെ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. അങ്ങനെ പല പ്രാവശ്യം ഞാൻ ആ പ്രാർത്ഥന ആവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഒരു അനുഭവമുണ്ടായി, ജിൻസി ഈശോയുടെ തിരുരക്തത്തിൽ മുക്കപ്പെടുന്നതായിട്ട്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ശക്തമായൊരു ബോധ്യമുണ്ടായി, അടുത്ത ദിവസം എന്നെ വിളിക്കും. അതുപോലെ തന്നെ അടുത്ത ദിവസം രാവിലെ 5:45 എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഐ ഡീപ്ലി റിഗ്രറ്റ്, ഐ ആം സോറി എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. പക്ഷേ ഒരു ദിവസത്തിന് ശേഷം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോയി. അപ്പം ഞാൻ ഈശോനോട് ചോദിച്ചു, ഈശോ എന്താണ്, അങ്ങ് പറഞ്ഞ പോലെ ഞാൻ പ്രാർത്ഥിച്ചല്ലോ, വീണ്ടും എന്താണ് ജിൻസി തിരിച്ചു പോയത്? അപ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടായി. ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ഭാഗമാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ പ്രവർത്തിക്കുന്ന അത്ഭുതമായിരുന്നു അത്. അവൻ പറയുന്നത് പോലെ ചെയ്യുവൻ എന്നുള്ള അതേ വേർഡാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഉടമ്പടിയെപ്പറ്റിയോ ഉടമ്പടിയുടെ ഒരു മെയിൻ വാക്യമാണ് അതെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഉടമ്പടിയിലേക്കാണ് പരിശുദ്ധ അമ്മ എന്നെ വിളിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് ഇത്രയും മനസ്സിലായുള്ളൂ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നു. പള്ളിയിലെ കുർബാനയ്ക്ക് മുമ്പ് കൊന്തയുണ്ടായിരുന്നു. അപ്പോൾ കൊന്തയിൽ ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയുമായി ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ, മധ്യസ്ഥതയിലുള്ള പ്രാർത്ഥനയുമായി മുമ്പോട്ട് പോകുമ്പോൾ, ഒരു ദിവസം ഞങ്ങൾ താമസിക്കുന്ന ആ നവി മുംബൈയിൽ, അവിടെ ഞങ്ങൾ സീറോ മലബാർ റീത്തിൽപ്പെട്ടവരാണ്. ഞങ്ങളുടെ പള്ളിയിൽ ചൊവ്വാഴ്ചകളിൽ കുർബാനയില്ല. അതുകൊണ്ട് ചൊവ്വാഴ്ച ഞാൻ വൈകുന്നേരം നടക്കാനായിട്ട് ഇറങ്ങി. ഇപ്പം ഞാൻ ബസ്സിലാണ് പള്ളിയിൽ പോകുന്നത്. ബസ് വന്നു. അപ്പോൾ ഏതോ ഒരു ഫോഴ്സ് എന്നെ ആ ബസ്സിൽ കയറുവാനായിട്ട് നിർബന്ധിച്ചു. ഞാൻ ബസ്സിൽ കയറി. അപ്പോൾ ഞാൻ ഓർത്ത്, ഞാൻ എങ്ങോട്ട് പോകും, പള്ളിയിൽ കുർബാനയില്ലല്ലോ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ലാറ്റിൻ പള്ളിയിൽ കുർബാനയുണ്ടല്ലോ, അവിടെ പോകാം. അങ്ങനെ ലാറ്റിൻ പള്ളിയിൽ കുർബാനയ്ക്ക് പോയി. കുർബാന കഴിഞ്ഞപ്പോൾ ഒരു ബ്രദർ എന്നോട് വന്ന് ചോദിച്ചു, ലീജിയൻ ഓഫ് മേരിയിൽ ജോയിൻ ചെയ്യാവോ? അപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു മെസ്സേജ് കിട്ടിയിരുന്നതുകൊണ്ട് ഞാൻ ഒട്ടും മടിച്ചില്ല. ഞാൻ പറഞ്ഞു ജോയിൻ ചെയ്യാം. അന്ന് തന്നെ അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത് അങ്ങനെ കൂടുതലായിട്ട് ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും ഉടമ്പടിയുടെ നിബന്ധനകളെല്ലാം ഞാൻ പാലിക്കാൻ തുടങ്ങി. രോഗികളെ സന്ദർശിക്കുക, പാവപ്പെട്ടവരെ കാണുക, അതുപോലെ ഓൾഡ് ഏജ് ഹോമിലും വിശ്വാസമില്ലാത്തവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുക, വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം കൊടുക്കുക. ഇതെല്ലാം ഉടമ്പടി നിബന്ധനകളാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എങ്കിലും മാതാവ് എന്നെ ഉടമ്പടിയിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങൾ എന്നിൽ നടത്തുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലീജിയൻ ഓഫ് മേരിയുടെ ഒരു റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പിന് വേറൊരു പള്ളിയിൽ പോയപ്പോൾ അവിടെ ഒരു ബ്രദറുമായി പരിചയപ്പെട്ടു. ആ ബ്രദർ ഇവിടെ വർഷങ്ങളായിട്ട് ഉടമ്പടി ജീവിതം നയിക്കുന്ന ഒരു സഹോദരനായിരുന്നു. ആ സഹോദരൻ എന്നോട് പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങളുടെ നിയോഗത്തിൽ മാതാവ് ഇടപെടും, അതുകൊണ്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുക, ഉടമ്പടി ജീവിതം നയിക്കാനായിട്ട്. എനിക്ക് കുറേ നേർച്ച വസ്തുക്കളൊക്കെ ആ സഹോദരൻ തന്നു. ഞാൻ ആ നേർച്ച വസ്തുക്കളെല്ലാം കൊടുത്തവർക്കെല്ലാം അത്ഭുതകരമായ ഇടപെടലുകൾ അവരുടെ എല്ലാം ജീവിതത്തിലുണ്ടായപ്പോൾ എനിക്ക് വളരെ ശക്തമായ ബോധ്യമായി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനത്തിലെത്തി. അങ്ങനെ ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ ഇവിടെ എത്തുന്നത് 2022 ഡിസംബർ 7-ാം തീയതിയാണ്. ഞാൻ ആ ഡേറ്റ് ഒന്നും നോക്കിയിട്ടല്ല ടിക്കറ്റ് എടുത്തത്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ഡിസംബർ 7-ാം തീയതി എന്നുള്ളത്. ഇപ്പം ഞാനിവിടെ എത്തുമ്പോൾ വി പി ജോസഫ് അച്ഛനൊക്കെ പുറത്ത് കാത്തു നിൽക്കുകയാണ്, ബിഷപ്പൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിനത്തിൽ തന്നെ ആദ്യമായിട്ട് ഈ പുണ്യഭൂമിയിൽ എത്തുവാനും ഉള്ള കൃപ എനിക്ക് ദൈവം തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അടുത്ത ദിവസം ഡിസംബർ 8-ാം തീയതി മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിൻ്റെ അന്ന് ആദ്യമായി എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുക്കുകയാണ്. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ എറണാകുളത്തുള്ള എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നത്. ഞാൻ ഡയറക്റ്റ് ഇങ്ങോട്ട് വരികയായിരുന്നു.
ഇവിടെ നിന്ന് ഞാൻ മാതാവിൻ്റെ രൂപവും നേർച്ച വസ്തുക്കളെല്ലാം വാങ്ങിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോഴാണ് അവർ തന്നെ അറിയുന്നത് ഞാനിവിടെ വന്നെന്നു ഉടമ്പടി എടുത്തെന്നൊക്കെ അറിയുന്നത്. അടുത്ത ദിവസം തന്നെ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് ഉണ്ടായിരുന്നു. തിരിച്ച് ഞാൻ മുംബൈയിലേക്ക് പോകുമ്പോൾ ട്രെയിനിൽ വെച്ച് ഒരു ശബ്ദം കേട്ടു, മാതാവിൻ്റെ സ്വരം, നമ്മൾ ഒരുമിച്ച് മുൻപോട്ട് പോകും. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ബോധ്യമായി, സാക്ഷ്യങ്ങളിലെല്ലാം കേൾക്കുന്ന പോലെ ഉടമ്പടിയിൽ ഏറ്റവും അധികം നമുക്ക് ലഭിക്കുന്നത് മാതാവിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം എനിക്ക് ലഭിച്ചപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ നിയോഗം പൂർത്തീകരിക്കാനായിട്ട് മാതാവ് എന്നെ സഹായിക്കുമെന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടി നിബന്ധനകൾ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും എല്ലാ ഉടമ്പടി നിബന്ധനകളും കൃത്യമായി പാലിക്കാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വളർച്ചയുണ്ടായി. വീണ്ടും 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം കൂടുതലായിട്ട് ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ടുള്ള കൃപയാണ് എനിക്ക് മാതാവ് തന്നത്. അതിനുശേഷം അച്ഛനെ കാണാനായിട്ട് ടോക്കൺ എടുത്തു. ആ ടോക്കണിൽ എഴുതിയിരുന്നത് അകന്നു കഴിയുന്ന ദമ്പതികളെ ഒരുമിപ്പിക്കുമെന്ന് മാത്രമായിരുന്നു. പക്ഷേ അച്ഛൻ അത് വായിച്ചിട്ട് ചോദിച്ചു എന്നോട്, വൈഫിൻ്റെ പേരെന്താണ്? ഞാൻ ജിൻസി എന്ന് പറഞ്ഞു. ജിൻസി തിരിച്ചു വരാനുള്ള ഒരു മാനസികാവസ്ഥയിലാകട്ടെ സാക്ഷ്യം പറയണമെന്ന് അച്ഛൻ പറഞ്ഞു. എനിക്ക് വെഞ്ചരിച്ച ഒരു മാതാവിൻ്റെ കാശുരൂപം തന്നു. ആ കാശുരൂപം എങ്ങനെ കൊടുക്കുമെന്ന് പോലും എനിക്കറിയില്ല, കാരണം ഞാനിതുമായിട്ട് ചെന്നാൽ അവരെ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ എങ്ങനെ ഈ കാശുരൂപം എൻ്റെ വൈഫിന് കൊടുക്കും? കഴുത്തിലിടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, മാതാവ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ തിരിച്ച് മുംബൈയിൽ എത്തിയതിന് ശേഷം 2 ആഴ്ചയ്ക്കകം എൻ്റെ വൈഫും വീട്ടുകാരും ഞങ്ങൾ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ വന്നു. അവർ വന്നത് തിരിച്ചു വരാനൊന്നും ആയിരുന്നില്ല. അവർക്ക് കോടതിയിൽ ഡിവോഴ്സ് കേസിന് പോകാനായിട്ട് പ്രോപ്പർട്ടിയുടെ പേപ്പർ ചോദിക്കാനായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രോപ്പർട്ടിയുടെ പേപ്പർ തരാം, പക്ഷേ ഈ കാശുരൂപം ജിൻസിയുടെ കഴുത്തിലിടണം, അതുപോലെ നമ്മൾ ഒരുമിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലണം എന്ന നിബന്ധന പാലിക്കാമെങ്കിൽ മാത്രമേ ഞാൻ പ്രോപ്പർട്ടി പേപ്പർ തരികയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അതുപോലെ തന്നെ മാതാവിൻ്റെ കാശുരൂപം ജിൻസി കഴുത്തിൽ മാലയിൽ അത് ഇടാമെന്ന് സംബന്ധിച്ച് അപ്പോൾ തന്നെ ഇടുകയും ചെയ്തു. അങ്ങനെ അന്ന് അവർ പോയി. അതിനുശേഷം വീണ്ടും ഒക്ടോബറിൽ ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം മാതാവ് എനിക്ക് മെസ്സേജുകൾ തരാൻ തുടങ്ങി. മാതാവിൻ്റെ ദർശനം എനിക്ക് തന്നു, സുഗന്ധാഭിഷേകമുണ്ടായി, വചനത്തിലൂടെ മാതാവ് സംസാരിക്കാൻ തുടങ്ങി, പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ എന്നോട് ദൈവം സംസാരിച്ചത് എങ്ങനെയാണ്, ഇതൊരു നഷ്ടമല്ല, കൂടുതലായിട്ട് അഭിഷേകം ചെയ്യാനാണ് എന്നെ ദൈവം ഈ കാലയളവ് എനിക്ക് നൽകിയതെന്നാണ്. അങ്ങനെ 2023 കടന്നുപോയി. 2024 ജനുവരിയിൽ വീണ്ടും ഉടമ്പടി പുതുക്കി. അപ്പോൾ എനിക്ക് മാതാവ് ഒരു മെസ്സേജ് തന്നു, കുരുക്കുകൾ അഴിക്കുന്നതായിട്ട്. അങ്ങനെ ഈ മെസ്സേജുകൾ കിട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് ഉടമ്പടി ജീവിതത്തിന് മുമ്പോട്ട് പോകുവാനും ആ വിശ്വാസത്തിൽ എൻ്റെ വൈഫ് തിരിച്ചു വരുമെന്നുള്ള ആ പ്രത്യാശയിൽ മുമ്പോട്ട് പോകാനും അതൊരു വളരെ എന്നെ സഹായിച്ചിരുന്നു. കാരണം മാതാവ് സാന്നിധ്യം കൊണ്ടും മെസ്സേജ് കൊണ്ടും എന്നെ ആ വിശ്വാസത്തിൽ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ 2024 എനിക്ക് കോർട്ടിൽ നിന്ന് നോട്ടീസ് കിട്ടി. അത് ഡിവോഴ്സിനുള്ള നോട്ടീസായിരുന്നു. അപ്പോൾ ഞാൻ അതിനു വേണ്ടി നാട്ടിൽ വന്നു. വീണ്ടും ഉടമ്പടി പുതുക്കി. കോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ മനസ്സിലൊരു പാട്ട് വരുന്നുണ്ടായിരുന്നു. യേശുവിൻ അമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. അത് പാട്ട് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞങ്ങളെ കൃപാസന മാതാവ് സാക്ഷ്യം പറയുവാനായിട്ട് കൃപാസനത്തിലേക്ക് വിളിക്കുകയാണെന്ന്. അപ്പോൾ ഞാൻ ഓർത്തു, ഇരിങ്ങാലക്കുടയിലാണ് കോർട്ട്, അപ്പോൾ രാവിലെ പോകണം, കൊടുങ്ങല്ലൂർ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ വൈറ്റിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ് തോന്നി. ഞാൻ അവിടെ ഒരു മുസ്ലിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ കയറി. ഞാൻ അവിടെ ഇരുന്ന് ആ ടേബിളിൻ്റെ മുമ്പിൽ ഇരുന്നപ്പോൾ നേരെ മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ഒരു മാതാവിൻ്റെ രൂപമാണ്. ആ മാതാവിൻ്റെ രൂപം അപ്പോൾ എനിക്ക് ഉറപ്പായി, ആ പാട്ട് എനിക്ക് കിട്ടിയത് മാതാവ് തൻ്റെ സാന്നിധ്യം കൊണ്ട് സാന്നിധ്യം എനിക്ക് തരുന്നതാണെന്നും ആ റെസ്റ്റോറൻറ്റ് വൈറ്റിലിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ കൃപാസന മാതാവ് സാക്ഷ്യം പറയുവാനായിട്ട് ഞങ്ങളെ വിളിക്കുന്നതാണെന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ ആദ്യമായി ഞാൻ കോർട്ടിലെത്തി. കൗൺസിലിങ്ങിനാണ് പോകുന്നത്. അവിടെ ഞാൻ കോർട്ടിൽ ഉപ്പിട്ടു, വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ കൗൺസിലിംഗ് ഒക്കെ ഫെയിലായി. അത് കോർട്ടിലേക്ക് പോയി. 1 മാസത്തിന് ശേഷം കോർട്ടിൽ വന്നു.
കോർട്ടിൽ ജഡ്ജി അത് ഇവരുടെ അഡ്വക്കേറ്റിനോട് ചോദിച്ചു മീഡിയേഷന് പോകാനായിട്ട് താല്പര്യമുണ്ടോയെന്ന്. അപ്പോൾ അവരുടെ അഡ്വക്കേറ്റ് പറഞ്ഞു, എൻ്റെ വൈഫിൻ്റെ ഭാഗത്തുള്ള അഡ്വക്കേറ്റ് പറഞ്ഞു ഇല്ല, മീഡിയേഷന് പോകണ്ടെന്ന് പറഞ്ഞു. വീണ്ടും 1 മാസത്തിന് ശേഷം അത് ഹിയറിങ്ങിന് വെച്ചു. ആ ഹിയറിങ്ങിന് വരുമ്പോൾ ജഡ്ജി തന്നെ പറഞ്ഞു ഇത് മീഡിയേഷന് പോട്ടെ എന്ന് പറഞ്ഞ് ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് തന്നെ മീഡിയേഷന് പോകാനായിട്ടുള്ള ഒരു ഉത്തരവിട്ടു. അത് തീർച്ചയായിട്ടും മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ ഈശോ നൽകിയ അനുഗ്രഹമായിരുന്നു. കാരണം ഞാൻ ജഡ്ജി അത് പറയുന്നതിന് മുമ്പ് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന തുടർച്ചയായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാനൊരു ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹെയിൽ മേരി ചൊല്ലിക്കൊണ്ടിരുന്നാൽ എത്ര വലിയ കെട്ടും അഴിയുന്നുള്ള കാര്യം. അങ്ങനെ ആ അത്ഭുതകരമായിട്ട് അത് മീഡിയേഷന് പോയി. എങ്കിലും അതിലും അവിടെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ പോവുകയായിരുന്നു മീഡിയേഷനിൽ. അപ്പോൾ ഫൈനലി ആ മീഡിയേറ്റർ അത് തന്നെ അതിലിടപെട്ടിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും നമ്മളിത് തിരിച്ച് കോർട്ടിലേക്ക് വിടരുത്, ഇത് മീഡിയേഷനിൽ തന്നെ മീഡിയേഷനിൽ ഒത്തുതീർപ്പാകണം. അപ്പോൾ അവർ തിരിച്ചു വിടാനൊന്നും റെഡിയല്ലായിരുന്നു ജിൻസിയുടെ പാരൻസ്. പക്ഷേ അവർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, അവർ ഞങ്ങളുടെ ഫ്ലാറ്റിന് തന്നിട്ടുള്ള ഷെയർ ഉണ്ട്, അത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് മ്യൂച്വൽ ഡിവോഴ്സായിട്ട് ആക്കാമെന്ന് പറഞ്ഞു. എനിക്ക് താല്പര്യമൊന്നും ഇല്ലെങ്കിലും എന്നെ നിർബന്ധിച്ച് അത് സൈൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള രീതിയിൽ അവർ സൈൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ അത് കോടതിയിൽ പോകാതെ അത് ഒരു എഗ്രിമെൻറ്റിൽ തീർന്നു. അപ്പോൾ 10 മാസം എഗ്രിമെൻറ്റിൻ്റെ ടൈം കിട്ടുമായിരുന്നു. അപ്പോൾ അത് തന്നെ വലിയൊരു അനുഗ്രഹമായിരുന്നു. അല്ലെങ്കിൽ അത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ ആകും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെ ആ മീഡിയേഷൻ എഗ്രിമെൻറ്റിൽ 10 മാസം സമയം കിട്ടി. അപ്പോൾ ഉടമ്പടി ജീവിതം കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു 10 മാസം കൂടി എനിക്ക് കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അടുത്ത ഉടമ്പടി പുതുക്കൽ വരുന്നതിന് മുമ്പായിട്ട് 2025 അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ സംബന്ധിക്കുന്നതോടുകൂടിയാണ് എനിക്ക് ഒരുപാട് ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. അതിനുശേഷം എനിക്ക് വളരെ ഉറപ്പായി മാതാവ് ഈ കാര്യത്തിൽ ഇടപെടുന്നതായിട്ട്. അങ്ങനെ വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കേണ്ട സമയമായി. ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ പാരൻസിൻ്റെ വീട് തൃശ്ശൂരാണ്. ട്രെയിൻ തൃശ്ശൂർ സ്റ്റേഷനിലൂടെ എടുക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കിയപ്പോൾ കാണുന്നത് നിറയെ ഗോവണികളാണ്. ഒരു മാതാവിൻ്റെ ഒരു പാട്ടിൽ നമ്മൾ പാടുന്നുണ്ട്, സ്വർഗവും ഭൂമിയും കൂട്ടി വിളക്കും യാക്കോബിൻ ഗോവണി നീ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എന്നെ ഒരിക്കൽ കൂടി അറിയിക്കുന്നതായിരുന്നു. അതൊരു ദർശനത്തേക്കാൾ കൂടുതൽ ഉപരിയായിരുന്നു. കാരണം ട്രെയിൻ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് ആ ഗോവണികൾ പുറകോട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് ഒരിക്കൽ കൂടി മാതാവ് ഉറപ്പ് തരികയായിരുന്നു. അതിനുശേഷം ഫെബ്രുവരി 23 മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ ഡേറ്റ് തന്നിരുന്നത്. ആ ഡേറ്റിനോട് അടുക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അത് നടക്കില്ല, കാരണം അത് ദൈവഹിതമല്ല. കാരണം ദൈവം വചനങ്ങളിലൂടെയും പല വ്യക്തികളിലൂടെയും എല്ലാം എനിക്ക് ഉറപ്പ് തന്നിരുന്നു ദൈവം നിങ്ങളെ ഒരുമിപ്പിക്കുന്നതായിട്ട്. അങ്ങനെ ഒരാഴ്ച മാത്രം ആ മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ ഡേറ്റിന് ബാക്കിയുള്ളപ്പോൾ ഒരാഴ്ച മുമ്പായിട്ട് ജിൻസിയുടെ ബ്രദർ എന്നെ വിളിക്കുകയായിരുന്നു. ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ശക്തമായ ഒരു ഫോഴ്സിങ് ഉണ്ടാകുന്നു, നിങ്ങൾ സെപ്പറേറ്റ് ആകാൻ പാടില്ല, നിങ്ങൾ ഒന്നിക്കാനായിട്ട്, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കണം. അങ്ങനെ അന്ന് മുതൽ വീണ്ടും ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ പുള്ളിക്കാരത്തിനെ ദൈവം ടച്ച് ചെയ്തു. ഏതൊരു സ്പിരിച്വൽ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ തിരുരക്തത്തിൻ്റെ സ്പർശനം പുള്ളിക്കാരത്തേക്ക് കിട്ടുകയും അങ്ങനെ പുള്ളിക്കാരത്തി എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു. അങ്ങനെ ഫെബ്രുവരി 19 തൃശ്ശൂർ ഞാൻ ഇവരുടെ വീട്ടിൽ ചെന്ന് പുള്ളിക്കാരത്തിയായിട്ട് തിരിച്ച് നേരിട്ട് കൃപാസനത്തിലേക്കാണ് വന്നത്. എറണാകുളത്താണ് ഞങ്ങളുടെ നാട്ടിലെ വീട്. എങ്കിലും അവിടേക്ക് പോകാതെ ഡയറക്റ്റ് കൃപാസനത്തിലേക്ക് വന്നു. എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഒരു റൂമെടുത്ത് ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തു, ഉടമ്പടിയൊക്കെ പുതുക്കി. അങ്ങനെ മാതാവിൻ്റെ ഒരു മാധ്യസ്ഥതയിൽ നടന്ന കാര്യത്തിന് നന്ദി പറയാനായിട്ട് ആദ്യമായി ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ എത്തി. അങ്ങനെ മാതാവിനെ നന്ദി പറഞ്ഞു, ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് പോയി. ഈ കാലയളവിനെല്ലാം ജിൻസിക്കും എനിക്കുമെല്ലാം സംരക്ഷണം നൽകിയത് മാതാവാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ ഉടമ്പടി ജീവിതമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഉടമ്പടി പ്രവർത്തനങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പാലിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പത്രം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഈ പത്രം കൊടുക്കുമ്പോൾ തന്നെ ഈ പത്രം ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, ഏതെല്ലാം കരങ്ങളിലാണ് എത്തേണ്ടത്. അപ്പോൾ അവരോട് ഞാൻ ഉടമ്പടിയെപ്പറ്റി പറയും. അവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ടിട്ട് അവരോട് ഞാൻ പറയും, ദൈവം എനിക്ക് പറഞ്ഞു തരും ഈ വ്യക്തി ഉടമ്പടി എടുക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്.
അങ്ങനെ ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ കാശ് രൂപം എല്ലാം കൊടുക്കും. അതുപോലെ മഹാരാഷ്ട്രയിൽ നിന്നും മലയാളികളല്ലാത്ത സഹോദരങ്ങളെ ഞാനിവിടെ കൊണ്ടുവന്ന് ഹിന്ദി, ഇംഗ്ലീഷ് ഉടമ്പടിയെല്ലാം എടുക്കാനായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഓൾഡ് ഏജ് ഹോമുകളിലും പ്രായമുള്ള ആളുകളുടെ വീടുകളിലെല്ലാം സന്ദർശിച്ച്, ആശുപത്രികളിലെല്ലാം സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തേൻ, ഇങ്ങനെയുള്ള നേർച്ച വസ്തുക്കൾ ളുടെ ഉപയോഗം വഴി ഒരുപാട് അത്ഭുതങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥയിൽ നടന്നിട്ടുണ്ട്. പല വ്യക്തികളും മരണത്തിലേക്ക് പോകുന്ന അവസ്ഥകളിൽ അവർക്ക് തേനും അതുപോലെ കാശ് രൂപം എല്ലാം അവർക്ക് കൊടുക്കുമ്പോൾ അവരതിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുക, വചനം വായിക്കുക, വചന അഭിഷേകത്തിൽ വളരുക, അതുപോലെ ഇല്ലാത്തവർക്ക് വിശ്വാസം കൊടുക്കുക, അതുപോലെ ഉള്ളവരെ ആഴപ്പെടുത്തുക, ഇതിനെല്ലാം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇനി ജിൻസിയെ 2 വാക്ക് പറയുന്നതായിരിക്കും. I am Jinsi Jameson. I'm wife of Jameson Francis. Actually, I would like to express my gratitude towards Kribasana Mother Mary, because she has liberated me from separation from my husband. Actually, I was living very depressing life with my parents, actually, because we are separated for 4 years. And currently I am now back with my husband. I am very grateful to Kribasana Mother Mary and Jesus especially, and I am very much happy to come back. Thank you so much. Thank you. കഴിഞ്ഞ 4 വർഷക്കാലം ഞങ്ങളെ സംരക്ഷിക്കുകയും അവസാനം ഞങ്ങളെ ഒന്നിപ്പിക്കുകയും ചെയ്ത കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അവർ ഇനി 2 അല്ല, ഒരേ ശരീരമാണ്. ദൈവം ചേർത്തതിനെ മനുഷ്യന് വേർപെടുത്തരുത്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാം വചനമാണ്. ദൈവം ചേർക്കുന്ന ബന്ധമാണ് വിവാഹം. അത് ഒരു മനുഷ്യ തീരുമാനം മാത്രമല്ല, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ദൈവം ചേർത്ത ബന്ധം നമ്മൾ തകർക്കാൻ പാടില്ല. ഇത് വിശ്വാസവും സഹനവും ക്ഷമയും ആവശ്യപ്പെടുന്ന ഒരു ബന്ധമാണ്. ഉടമ്പടിയിലൂടെ ദൈവം നമ്മോട് ഒരു ആത്മീയ ബന്ധം സ്ഥാപിക്കുന്നു. ആ ബന്ധമാണ് വിവാഹ ജീവിതത്തിൽ നമ്മൾ പരസ്പരം ആ ബന്ധം, ആത്മീയ ബന്ധം തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. വിവാഹം പോലെ തന്നെയാണ് ദൈവത്തോടുള്ള ഈ ഉടമ്പടിയും വേർപെടാതെ നിലനിർത്തേണ്ട ഒരു ബന്ധമാണ്. പ്രയാസങ്ങൾ വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും പ്രശ്നങ്ങളുടെ ഇടയിലും പ്രാർത്ഥനയിൽ നിലനിൽക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെയാണ്. ദൈവം ചേർത്ത ബന്ധങ്ങൾ വിശുദ്ധവും ശാശ്വതവുമായ ഒരു ബന്ധമാണ്. അത് സംരക്ഷിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ, കൃപാസന അമ്മയാണ് നമ്മെ ഓരോരുത്തരെ സഹായിക്കുന്നത്. ഈശോയും അമ്മയും സ്നേഹിച്ച് യോജിപ്പിച്ച ഒരു നല്ല ഒരു ദൈവിക ബന്ധത്തെ പറ്റിയാണ്, ദൈവാനുഭവത്തെ പറ്റിയാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് ജെയിംസണും ഭാര്യ ജിൻസിയെ നമ്മളോട് ഷെയർ ചെയ്തത്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 15-ാം വചനം, യാക്കോബിൻ്റെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിലും എപ്പോഴും ദൈവം കൂടെയുണ്ടെന്നുള്ള ഒരു സാന്നിധ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്ത് പ്രതിസന്ധികൾ വന്നാലും ഒന്നും മുന്നോട്ട് പോകുന്നില്ല എന്ന് വിചാരിക്കുമ്പോഴും ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കൈ പിടിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ദൈവ സാന്നിധ്യത്തിന് ഒരു ഉറപ്പാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. ദൈവം നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്, കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ്. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ വഴിയാണ് പരിശുദ്ധ അമ്മ നമ്മിലേക്ക് തുറന്നു തരുന്നത്. കൃപാസനത്തിൽ മാതാവിലൂടെ, പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയിലൂടെ നാം ഈശോയിലേക്ക് എത്തുകയാണ്. അത് ഈ മകൻ പറഞ്ഞ പോലെ യാക്കോബിൻ്റെ ഗോവണി പോലെയാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ വാതിൽ തുറന്ന് ഭൂമിയും സ്വർഗവും തമ്മിലുള്ള ബന്ധം ദൈവം തുറന്നു തരുന്ന ആ വാതിലിലേക്കാണ് പരിശുദ്ധ അമ്മ, കൃപാസന അമ്മ നമ്മെ കൊണ്ടുപോകുന്നത്. 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ജെയിംസിനെയും ജിൻസിയെയും കൂട്ടിയോജിപ്പിച്ച ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ള ആ ദൈവം. സംരക്ഷിക്കുന്ന അമ്മയാണ് കൃപാസനം അമ്മ. നമ്മുടെ ജീവിതത്തിലും പ്രതീക്ഷ നഷ്ടപ്പെടാതെ ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ, കൂടുതൽ വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. നമ്മളെ കൂട്ടി യോജിപ്പിക്കുന്ന, നമ്മൾ ദൈവത്തോട് ചേർത്ത് പിടിക്കുന്ന, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ചേർത്ത് പിടിപ്പിക്കുന്ന ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിലും
ഈ മകൻ്റെ ജീവിതത്തിൽ വഴിയൊരുക്കി തന്നത് ഓരോ രീതിയിലും ഓരോ വ്യക്തികളിൽ കൂടെയും ഓരോ സാഹചര്യങ്ങളിൽ കൂടെ വഴിയൊരുക്കി തന്ന ആ അമ്മയാണ് കൃപാസന അമ്മ. സമയച്ചുരുക്കത്തിൻ്റെ മേൽ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള ആ അമ്മയാണ്. 4 വർഷത്തിന് ശേഷം ഈ മക്കളെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴി തുറന്നു കൊടുത്തത്. ഒരു പുതിയ ജീവിതമാണ് ഈ മക്കൾക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ചത്. ഈ മക്കൾക്ക് കിട്ടിയ ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.